നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീട്ടിൽ ഒരു ആത്മാവുണ്ട്. ഒരു പുണ്യപ്പെട്ട ആത്മാവാണ്. കുട്ടു എന്നാണ് ആ ആത്മാവിൻ്റെ പേര്. ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ കഴിയുകയാണ്. ഈ വീട്ടിലെ ഫ്രിഡ്ജ് ആ ആത്മാവ് വരുമ്പോൾ തന്നെ ഓണാകും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തും. ഇത് അദ്ദേഹം ഉപയോഗിക്കുന്ന കാറാണ് ട്ടോ എന്ന് പറയുന്ന ഒരു പുണ്യപ്പെട്ട ആത്മാവ് ഉപയോഗിക്കുന്ന കാറ്, സ്കൂട്ടർ, ബൈക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരാത്മാവായിട്ട് സംസാരിക്കാനാണ് കേട്ടോ. ഈ ആത്മാവ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങളൊന്ന് കാണട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടുവിൻ്റെ വീട്ടിലാണ്. കുട്ടു മരണപ്പെട്ടു പോയി. പക്ഷേ കുട്ടുവിൻ്റെ ആത്മാവ് ഈ വീട്ടിൽ ഇന്നുമുണ്ട്. കുട്ടു ഇന്നും യോഗീശ്വരനായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടുവിൻ്റെ അമ്മക്കും അച്ഛനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പഴയ ആളുകളൊക്കെ പറയാറില്ലേ പുണ്യപ്പെട്ട ആത്മാവെന്നൊക്കെ, അതേപോലെ ഒരു പുണ്യപ്പെട്ട ആത്മാവിൻ്റെ അടുത്താണ് ഞാൻ വന്നത്. ഈ വീട്ടിൽ മരണപ്പെട്ടു പോയ കുട്ടുവിൻ്റെ പ്രസൻസ് ഉണ്ട്. കുറേ പേർ ഈ മാതാപിതാക്കളെ കളിയാക്കാറുണ്ടായി, ഇവർക്ക് വട്ടാണെന്നൊക്കെ പറഞ്ഞു. അവർ വരെയും ഇപ്പോൾ ഈ മാതാപിതാക്കളെ വിളിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടു ആരാണ് എന്താണെന്നൊക്കെ നിങ്ങളൊന്ന് കാണട്ടോ. ഇതാണ് കുട്ടു കേട്ടോ. പക്ഷേ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മയുമെല്ലാം ഇദ്ദേഹത്തിന് ഓർമ്മകളായിട്ട് ഈ വീട്ടിൽ കഴിയുകയാണ്. ഇത് കുട്ടു ഉപയോഗിച്ച ബുള്ളറ്റാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ സൂരജ് കൃഷ്ണ. എന്തായാലും കുട്ടുവിൻ്റെ മാതാപിതാക്കളെ നമുക്ക് കാണട്ടോ. അപ്പോൾ ഇതാണ് കുട്ടുവിൻ്റെ അച്ഛൻ കേട്ടോ. നമസ്കാരം. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. മകന്റെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാൻ ഓർത്തു. തീർച്ചയായിട്ടും, അതിനിപ്പോ എന്താ, നല്ല കാര്യമല്ലേ. അപ്പൊ പല ചാനലുകളും പല ഇതും വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം, എങ്ങനെയാണ് കുട്ടു മരണപ്പെടുന്നത്, പിന്നെ യോഗീശ്വരനായിട്ട് കുട്ടു എങ്ങനെയാണ് വരുന്നത്, എല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന്. തീർച്ചയായിട്ടും അത് പറയുന്ന സന്തോഷം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതാണ് കേട്ടോ കുട്ടു. ഇതാണ് കുട്ടൂസ്. ഇതാണ് കുട്ടൂസ്. കണ്ടോ, ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ വേറൊരു ഫോട്ടോ. ഇവിടെയും ഉണ്ട് കുട്ടൂസിന്റെ ഫോട്ടോ കേട്ടോ. ഇത് ചെറുപ്പത്തിലെ അല്ലേ? അതെ, ചെറുപ്പത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എടുത്തതാണ്. ഈ ഫോട്ടോ വന്നിട്ട് പിന്നെ ഏപ്രിൽ 24 തീയതിയാണ് ഈ ഫോട്ടോ അവൻ എടുക്കുന്നത്. നീറ്റിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ്. അദ്ദേഹം ഈ ഭൂമി വിട്ട് പോകുന്നത് മാർച്ച് 20, അതായത് അദ്ദേഹം പോകുന്നതിന് ഒരു മാസം മുമ്പ് എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഫോട്ടോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ പേരൊന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ പേര് സുനിൽ എന്നാണ്. ഞാനൊരു എക്സ് സർവീസ്മാൻ ആയിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ഇപ്പം കൊല്ലം KMML ചവറയിൽ വർക്ക് ചെയ്യണം. സ്വകാര്യ കമ്പനിയാണ്, അവിടെ വർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താണ് ചേട്ടൻ മകനെ സംഭവിച്ചത്? ഈ മകന്റെ ആത്മാവ് ഇന്നും ഈ വീട്ടിലുണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പൊ എന്താണ് അതിന്റെ സത്യസന്ധത? അതിനു മുമ്പായിട്ട് ഇത് രഞ്ജിത, എൻ്റെ വൈഫാണ്. രഞ്ജിത എന്നാണ് പേര്. ഇപ്പം ഹൗസ് വൈഫാണ്. അവൾക്ക് ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ പോകുന്നില്ല. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എന്താണ് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടങ്ങളിലെ പലവരും ആത്മാവ് അല്ലെങ്കിൽ അതായത് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദഹിപ്പിക്കുക, പിന്നെ അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളും വരാത്തൊരു അന്തരീക്ഷത്തിൽ ഇതില് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അതായത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ, ഇപ്പോഴത്തെ തലമുറകളൊന്നും വിശ്വസിക്കാത്തൊരു സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു ആള് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട് കഴിഞ്ഞ ആളുടെ ആത്മാവ് വീട്ടിലുണ്ടാവുമെന്നും ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു അല്ലേ? അതെ. അതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് മനസ്സിലാക്കാം. ഇതിപ്പം ഞാൻ സത്യമായിട്ട് നിങ്ങളോട് ഇത് പറയാനുണ്ടെന്ന് വെച്ചാൽ, ഞാനൊരു സ്പിരിച്വലായിട്ടൊന്നും ഒരിടത്തും പോയൊരു വ്യക്തിയല്ല. ഞാൻ സാധാരണ ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പട്ടാള ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആഫ്റ്റർ റിട്ടയർമെന്റ് 2013 ഞാൻ റിട്ടയർമെന്റ് ആയിട്ട് വരുന്നു. അപ്പം ഫാമിലി ആയിട്ട്, അപ്പം നിങ്ങൾക്കറിയാം പട്ടാളക്കാരൻ്റെ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന എല്ലാ പേർക്കും അറിയാം. നമ്മൾ ഒരു വർഷത്തിൽ ഇവർ 2 മാസം നാട്ടിൽ വരാൻ വിധിക്കപ്പെട്ടവരാണ്. ബാക്കി സമയം ഫുള്ള് പട്ടാളത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു ലൈഫ് 17 വർഷം എങ്ങനെയും ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള റിട്ടയർമെന്റ് ലൈഫ് മക്കളും ഭാര്യയുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നേരത്തെ തന്നെ റിട്ടയർമെന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് തികച്ചും എൻ്റെ ജീവിതം തന്നെ മാറ്റി മതിക്കുന്ന ഒരു സംഭവമായിരുന്നു. 2024 മാർച്ച് മാസം 24 തീയതി സംഭവിച്ചത്. എൻ്റെ മകൻ, അതായത് നിങ്ങൾ ഈ പറയുന്ന കുട്ടു എന്ന് പറയുന്ന വ്യക്തി നമ്മളെല്ലാം വിട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ അധികം പോയി. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ 20 വയസ്സ് 3 മാസവും മാത്രം പ്രായമുള്ള ഒരു മകൻ നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരുപാട് പേര് അനുഭവിച്ചിരിക്കാം. ഈ വീഡിയോ കാണുന്നവർക്ക് അനുഭവിച്ചിരിക്കാം. ആ ഒരു അനുഭവ പാതയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവ പാതയാണ്. അപ്പം അതിലോട്ട് നമ്മൾ ചെന്നെത്തി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പം ഇദ്ദേഹം പറഞ്ഞ കണക്ക് ആത്മാവിൻ്റെ പ്രസൻസിനെ പറ്റി ഇദ്ദേഹം പറയുകയുണ്ടായി. അത് കുട്ടു പോയി എന്ന് എന്നെ രഞ്ജിത വിളിച്ച് പറയുന്നു. ഞാൻ കൊല്ലത്താണ്, ഞാൻ വരുന്നു. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അവനെ കൊണ്ടുപോകുന്നത്. ഞാനൊരു എനിക്കിന്നും ഓർമ്മയുണ്ട്, 3:20 ഞാൻ അവിടെ എത്തി. അപ്പോൾ ഇവരെന്നെ അടുത്ത് പറഞ്ഞിട്ടില്ല, കുട്ടു പോയ കാര്യമൊന്നും പറയിട്ടില്ല.
എനിക്ക് നിരന്തരം ബസ്സിൽ ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ബസ്സിലാണ് കയറിയത്. പിന്നെ പെട്ടെന്ന് ഞാനൊരു ടാക്സി പിടിച്ചു. പിന്നെ ഒരു ലിഫ്റ്റൊക്കെ അടിച്ചാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. എനിക്ക് എമർജൻസി ആണെന്ന് മനസ്സിലായി. അപ്പോൾ അപ്പോഴും ട്രെയിനിലിരുന്ന് ബസ്സിലിരുന്ന് ഞാൻ കരയുന്നുണ്ട്. എനിക്കറിയില്ല എന്തിനാണ് ഞാൻ കരയുന്നതെന്ന്. എൻ്റെ മോൻ പോയെന്നുള്ള കാര്യം എനിക്ക് അറിയത്തുമില്ല. പക്ഷേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ എത്തുമ്പോൾ ഞാൻ കാണുന്ന സിറ്റുവേഷൻ, ഞാൻ കാഷ്വാലിറ്റിയിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കാണിട്ട് ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കൊന്നും എന്നെ ഫേസ് ചെയ്യാൻ വയ്യ. കുട്ടുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അകത്ത് ചെല്ലുമ്പോൾ ഒരു ചുമന്ന കളറ് ടീഷർട്ടും ഒരു പച്ചയല്ല, ഒരു പച്ച കണക്കുള്ള ഒരു നീല ഒരു നിക്കറുമാണ് അവൻ്റെ വേഷം. കാലുകൾ രണ്ടും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവൻ്റെ തല ഇവിടെ ഇങ്ങനെ മുഴപ്പിച്ചിട്ടുണ്ട്. അവനെ കിടക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഒരു എന്താ പറയുക, ആ സമയത്തുണ്ടായ ഒരു വികാരം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ഭൂമി ഇടിഞ്ഞ് താഴോട്ട് പോയാൽ പോലും സന്തോഷമുള്ളൊരവസ്ഥ. ഒന്നും പറയാനില്ല, വായുന്നൊന്നും വരുന്നില്ല, സൗണ്ടില്ല, ഒന്നുമില്ല. സ്വന്തം മകൻ സ്വന്തം കൺമുന്നിൽ ഇങ്ങനെ ജീവനില്ലാതെ കിടക്കുന്നപ്പോൾ ഒരു രക്ഷകർത്താവിനുണ്ടാവുന്ന ഒരു അനുഭവം, അതൊക്കെ ഒരു റിയൽ ലൈഫിലോട്ട് വരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ സിനിമയിലൊക്കെ അതൊക്കെ ഒരുപാട് കണ്ടു കാണാം നമ്മൾ ആ ഒരു. പക്ഷേ അത് അനുഭവിച്ചപ്പോൾ എന്നിലുണ്ടായ ഒരു വേദന എനിക്കിന്നും ചില സമയത്ത് ഇങ്ങനെ ഹൃദയം ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പം അത് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. എൻ്റെ അളിയനും എല്ലാവരും കൂടെ എന്നെ വലിച്ച് കൊണ്ടുവരുന്ന ഒരു രംഗമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഞാൻ ഇരിക്കുന്ന ഈ വീട്ടിൽ വരുന്നു. ഇവിടെ വരുമ്പോൾ രഞ്ജിത ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ രഞ്ജിതനെ നേരത്തെ തന്നെ പറഞ്ഞു, മോനെ ICUലോട്ട് ഇട്ടിരിക്കുക, കൊണ്ടുപോയി. അപ്പോൾ അവളെ ഇങ്ങനെ അവളത് മരണകാരം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും രഞ്ജിത ഇത് അറിയാൻ പാടില്ല, മോൻ പോയ കാര്യം. അതിനുവേണ്ടി ഇപ്പോൾ എനിക്ക് കരയാൻ പറ്റില്ല. അപ്പോൾ ഇവളിങ്ങനെ കൂടെ വന്ന് പറയുന്നത്, ചേട്ടാ വാ, കുട്ടിനെ കാണാൻ പോകണം, കുട്ടിനെ ICUയിൽ വെച്ചിരിക്കണം, നമ്മളില്ലാതെ അവൻ വിഷമിക്കും, വാ എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ചേട്ടി അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ എല്ലാവരും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞ കണക്ക് എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്നത്. എന്നെ കത്തിക്കാൻ പാടില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നൊരു വികാരമാണ്. അന്ന് എനിക്ക് അതേ പറയാൻ കഴിയും, തോന്നലെന്നേ പറയാൻ കഴിയും. ഇന്നാണ് എനിക്കത് അറിയുന്നത് ഒരു ഇൻഡ്യൂഷനാണ്. അന്ന് വെറും ഒരു തോന്നൽ, ഒരു മനുഷ്യൻ്റെ, ഒരു പച്ചയായ ഒരു സാധാരണക്കാരായ മനുഷ്യൻ്റെ മനസ്സിൽ വന്നൊരു തോന്നലാണ്, എന്നെ കത്തിക്കാൻ പാടില്ല, എനിക്കൊരു കർമ്മവും ചെയ്യരുത്. അച്ഛനെന്നീ കറുപ്പ് ഡ്രസ്സ് മാത്രമേ ധരിക്കാവൂ. അതിനുശേഷം ഞാൻ ഇതുവരെ കറുപ്പ് ഡ്രസ്സ് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. എൻ്റെ കഴുത്തിലൊരു 7 പവൻ്റെ മാല ഉണ്ടായിരുന്നു, കയ്യിലൊരു വളയുണ്ടായിരുന്നു, ഒരു നവരത്ന മോതിരം ഉണ്ടായിരുന്നു. അച്ഛനിനി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. 1 വർഷം അച്ഛൻ വെജിറ്റേറിയൻ ആയിരിക്കണം, മദ്യപിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ ത്രോട്ട്സ് ഇങ്ങനെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ജനത വേണമെങ്കിൽ അതിനെ ഹാലുസേഷൻസ് എന്നോ എന്ത് വേണോ പറയാം, ആളുകൾക്ക് എന്ത് വേണോ പറയാമല്ലോ. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഈ ഒരു സമയം തന്നെയാണെന്ന് തോന്നുന്നു. യെസ്, ഒരു 3:15, ഇപ്പോൾ മണി എനിക്ക് തോന്നുന്നു 3:20, ഇതേ സമയം കറക്റ്റാണ്, അക്യുറേറ്റ് ഇതേ സമയത്താണ് ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് കുട്ടൂസിൻ്റെ പ്രസൻസ് വരുന്നത്. അപ്പോൾ അത് ഇന്നും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ആഹാരം വെച്ച് കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ. നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് 12 മണിക്ക് ശേഷം ഞാനൊരു രഞ്ജിത ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരുത്തത്തില്ല. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജുണ്ട് ഇവിടെ, നിങ്ങൾക്ക് പിന്നെ അത് അദ്ദേഹം കാണിച്ചു തരും. ഒരു 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ഫ്രിഡ്ജുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും, ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് അറിയിക്കും. സാധാരണ അത് ലൈറ്റ് കത്തണമെങ്കിൽ പലരും വിചാരിക്കും നമ്മൾ തുറക്കപ്പോൾ ലൈറ്റ് എടുത്തും. ആ ലൈറ്റ് അല്ല ഇത്, ഇതിൻ്റെ വെളിയിൽ ഡിസ്പെൻസറിയിൽ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ അത് കത്താറുള്ളൂ. പക്ഷേ കുട്ടൂസിൻ്റെ പ്രസൻസ് വരുമ്പോൾ അത് കത്തും. അത് പറയാനുള്ള കാര്യം, ഞാനും രഞ്ജിതയും മാത്രം ഇവിടെ ഇരുന്ന് നമ്മുടേതായ നിമിഷങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ലൈറ്റ് അവിടെ കത്തും. നമ്മൾ ആ സംസാരിച്ച് തീരുന്നത് വരെ ആ ലൈറ്റ് ഇങ്ങനെ കത്തി. അപ്പോൾ അവൾ പറയുന്നത് കുട്ടും വന്നെല്ലാം കേൾക്കുന്നുണ്ട്. കാരണം ഞാനും രഞ്ജിതയും കിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകനാണ്, അവനെ സ്കൂളിൽ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അത് കത്തുന്ന അവസരമുണ്ട്. ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ അത് കണ്ടിട്ടുമുണ്ട്. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് ആ ലൈറ്റ് ഇവിടെ കത്തിയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമ്മളിപ്പം അനുഭവിച്ചറിയുന്നത്. അദ്ദേഹത്തിൻ്റെ റൂം ഇപ്പോഴും നമ്മൾ എങ്ങനെയാണോ അദ്ദേഹം പോയപ്പോൾ അതുപോലെ വെച്ചിട്ടുണ്ട്. രാവിലെ നമ്മൾ അവിടെ കിടക്കവരിയെല്ലാം വിരിച്ചിടാറുണ്ട്. പിറ്റേ ദിവസം വൈകിട്ട് ഇവിടെ പോയിട്ട് എല്ലാം കിടക്കവരിയെല്ലാം വിരിച്ചിട്ടിട്ട് വരും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോകുമ്പോൾ ആ കിടക്കവരിയെല്ലാം ഒരാളെ കിടന്നിട്ട് എങ്ങനെയാണോ കഴിച്ചു പോകുന്ന ആ ഒരു ചുരുങ്ങിയ ഒരു അവസ്ഥ അവിടെ കാണാറുണ്ട്. അപ്പോൾ തന്നെ ഈ പറയുന്ന ഈ ഒരു ഹാളിൽ നമ്മൾ 12 മണിക്ക് ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നില്ല ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക്കലായിട്ട് സൗണ്ട് കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വീഴും, അല്ലെങ്കിൽ TV ചിലപ്പം ഓട്ടോമാറ്റിക്കലായിട്ട് ഓണായ ചരിത്രങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്കിവിടെ കാണിച്ചുകൊണ്ട്. ഇന്നലെ ഫ്രാൻസും മറ്റേ ഇതുമായിട്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മളതുപോലെ നമ്മളിപ്പോൾ ഒരു മൂകാംബികയെ പോകാൻ ഒരു പ്ലാൻ ചെയ്തു. നമ്മൾ കുറച്ച് ഡിവോട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്, അതൊക്കെ ഞാൻ പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞുതരാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് വേൾഡ് കപ്പ് ഫ്രാൻസിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിച്ചു ഒരു 1:30 മണിയൊക്കെ അപ്പം കിച്ചു വെച്ചങ്ങ് പോയി. പിന്നെ ഇവള് മുകളിൽ കിടക്കാനും പോയി. ഞാനിവിടെ ഇങ്ങനെ ഇതേ കണക്ക് ഇരുന്ന് ഇങ്ങനെ മൊബൈലിൽ മൂകാംബികയിൽ റൂം ബുക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒരാളിങ്ങനെ വന്ന് നിൽക്കുന്ന കണക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് രഞ്ജിത മുകളിൽ നിന്ന് ഇറങ്ങി വന്നതായിരിക്കും. എന്തായാലും ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ വീണ്ടും കളഞ്ഞു. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രിഡ്ജ്
സൗണ്ട് കേൾപ്പിച്ചു, ഈ വെള്ളം പെട്ടെന്ന് പമ്പാവുന്ന സൗണ്ട്. അപ്പോൾ തന്നെ ഞാൻ അഴിച്ച് പോവുകയും ചെയ്തു. ആ ഒരു സമയം ടൈം ഓഫ് പീരീഡ് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ ഇരിക്കാനും സമ്മതിക്കത്തില്ല. കാരണം പണ്ട് അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത്, അദ്ദേഹം നീറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി ആ ഒരു സമയത്ത് ഇവിടെ വന്ന് കട്ടൻ ചായ എല്ലാം ഉണ്ടാക്കി നാരങ്ങ വെള്ളമെല്ലാം റെഡിയാക്കിയിട്ട് ഇദ്ദേഹം ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇവിടെ കിടന്ന് TV കാണുമായിരുന്നു, ആ നാരങ്ങ വെള്ളം തണുക്കാൻ വേണ്ടി. അതിന് ശേഷമാണ് ഇദ്ദേഹം പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴും അദ്ദേഹം ആ സമയം അപ്പോൾ അവിടെ എത്തുന്നുണ്ട്. അതിനുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഇൻഡ്യൂഷൻസ് തരുന്നത്. നമുക്ക് ആ ഫ്രിഡ്ജ് ഒന്ന് പ്രേക്ഷകർ കാണിച്ചു കൊടുത്തല്ലോ. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ എന്താണ് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ആത്മാവ് പ്രസൻസ് വരുന്ന ആത്മാവ്, അതായത് വരുമ്പോൾ ഈ ഫ്രിഡ്ജ് തന്നെ ഓൺ ആകും. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഒരു മിനിറ്റ് ഇപ്പൊ ഇതാണ് കേട്ടോ ഫ്രിഡ്ജിലും കുട്ടുവിന്റെ പടമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടേ. അതായത് ആ ഈ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ് കത്തും. ഈ ലൈറ്റ് അല്ലേ? ഇവിടെ 3 ഫംഗ്ഷൻസ് ഉണ്ട്. ഇത് വെള്ളം എടുക്കാനുള്ളത്, ഇത് ഐസ് കട്ട, ഇത് ക്രഷ്. അപ്പൊ ഈ ലൈറ്റ് കത്തണമെങ്കിൽ നമ്മളിവിടെ ഫംഗ്ഷൻ ചെയ്യണം. അങ്ങനെ ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ ലൈറ്റ് കത്തത്തുള്ളൂ. ഇതാണ് ആ ലൈറ്റ്, കുട്ടുവിന്റെ പ്രസൻസ് വരുന്ന ലൈറ്റ് ഇതാണ്. ഇപ്പൊ ഈ ഫംഗ്ഷൻ ചെയ്തപ്പോൾ മാത്രമേ ഈ ലൈറ്റ് കത്താൻ പാടുള്ളൂ. പക്ഷേ ഒരു ഫംഗ്ഷനും ഇല്ലാത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് കത്തും. കാരണം ഇപ്പൊ കമ്പനിക്കാരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ നമ്മൾ ഫ്രിഡ്ജിൽ കണ്ടുകൊണ്ട് വെള്ളം എടുക്കാനാണ്. അപ്പൊ ഇതും അതുമായിട്ടൊരു സെൻസറിങ് ആണ്. ഈ സ്വിച്ച് അമക്കാതെ ഒരു കാരണവശാലും ഈ ലൈറ്റ് കത്തില്ല. നിങ്ങൾക്ക് അതിന് ടെക്നീഷ്യനെ വിളിച്ച് ചോദിക്കാൻ പറ്റും. പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. ഇതിങ്ങനെ നമ്മുടെ കമ്പനിക്കാരോട് അവരെന്തെങ്കിലും പറഞ്ഞു? ഇല്ല, നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ അത് പറയുന്നത്? നമ്മുടെ മകൻ വരുന്ന ഒരു പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ എന്തിനും കമ്പനിക്കാരത്ത് പറയണം? പറഞ്ഞിട്ടില്ല. നമ്മൾ വേറെ മീഡിയസിലൊക്കെ പറഞ്ഞപ്പോഴേ അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞ ഈ ഫ്രിഡ്ജിന്റെ ലൈറ്റ് കത്തുന്ന കാര്യം ഞാൻ 24 ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു, ശ്രീകണ്ഠൻ നായർ ഷോയിൽ. അപ്പൊ അതില് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ കാര്യം രഞ്ജിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ല, ഈ ആത്മാക്കൾ തന്നെ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, നിരീശ്വരവാദികൾ. അപ്പൊ അവര് എങ്ങനെയാണ് നിങ്ങൾക്ക് കുട്ടുവിന്റെ പ്രസൻസ് കിട്ടുന്നത്? ഇവള് പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ആഹാരമൊക്കെ വെച്ചിട്ട് വരപ്പോ ഇങ്ങനെ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞു, ഫ്രിഡ്ജ് ലൈറ്റ് വന്നു. അപ്പൊ ഇത് കേട്ട പ്രേക്ഷകർ ആക്ച്വലി ആ ചാനലിൽ ഈ ഫ്രിഡ്ജിനെ കാണിച്ചിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കുന്നത് നോർമൽ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പൊ ഏത് ഫ്രിഡ്ജ് തുറന്നാലും ലൈറ്റ് കത്തുമല്ലോ, അതൊക്കെ അറിയാലോ, ഇത് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള അവരെല്ലാം വിചാരിച്ചു അതാണെന്ന്. പക്ഷെ ഇതാണ് സംഭവം എന്നുള്ള കാര്യം അവർക്കറിയാം. അവരുടെ പല കമന്റ്സുകളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീട്ടിലും ഫ്രിഡ്ജ് കത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. ഇതാ പ്രേക്ഷകർക്ക് ഇപ്പൊ അങ്ങേരെ ചാനലിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ആ വ്യക്തമായിട്ട് ആ ഒരു ഇത് കാണുന്നവർക്ക് പിടിക്കും. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഫ്രിഡ്ജിൽ ലൈറ്റ് കത്തുമല്ലോ ഡോർ തുറക്കുമ്പോൾ. അതല്ല ഇത്, ഡോർ തുറക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ലൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡിസ്പെൻസറിലുള്ള ലൈറ്റാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഫ്രിഡ്ജ് ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്, അത് നോർമലാണ്. പക്ഷെ ആ ഡിസ്പെൻസറി ലൈറ്റ് എന്ന് പറഞ്ഞാല് ആ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ കത്തുന്നുണ്ട്. കണ്ട, അതല്ല ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആ ഡിസ്പെൻസറിയിൽ വരുന്ന ലൈറ്റാണ് നമ്മൾ കണ്ട വെള്ളം എടുക്കുമ്പോഴേ ആ ലൈറ്റ് കത്താൻ പാടുള്ളൂ. അതാണ് എന്റെ സെന്റിമെന്റ്. പക്ഷേ വെറുതെ ഇരുന്നാ ഇപ്പൊ കത്തൂല. യോഗീശ്വരൻ പ്രസൻസ് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. അപ്പൊ ചേച്ചി പിന്നെ ഈ ഫ്രിഡ്ജിന്റെ കേസ് പറഞ്ഞപ്പോഴേ ചേച്ചിക്ക് എന്താ അനുഭവം ഉണ്ടായത്? അമ്മയാണല്ലോ കുട്ടുവിന്റെ അമ്മക്ക് ആദ്യമായിട്ടുണ്ടായ അനുഭവം എന്താണ്? ഫസ്റ്റ് ടൈമില് ആദ്യമായിട്ടുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ പിന്നെ ആഹാരം കറക്റ്റ് സമയത്ത് ഞാൻ രാവിലെ 8 മണി, അവന് 8 മണിക്ക് ഫുഡ് കൊടുക്കും. ആ ഫുഡ് കൊടുക്കാൻ സമയമാകുമ്പം 8 മണിക്ക് ഞാൻ പക്ഷേ ശ്രദ്ധിക്കാറില്ല. അങ്ങ് പോകുമ്പം ഫ്രിഡ്ജിൽ ലൈറ്റ് കത്തും, ഫ്രിഡ്ജിൽ വെള്ളം എടുക്കുന്ന സൗണ്ട്. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്ന് വെക്കും. മോൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ മകനാണ്. ഇപ്പൊ മകന് വേണ്ടി നമ്മള് കല്ലറ വേണമെന്നുണ്ടല്ലേ? സമാധി നമ്മൾ അതിനെ പറയാറില്ല. കല്ലറ എന്ന് പറയാൻ പാടില്ല, സമാധി. ഈ സമാധിയിൽ നമ്മളോട് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അവിടെ കുറെ ആൾക്കാരൊക്കെ വരാറുണ്ട്. അവിടെ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരും വരാറുണ്ട്. ഇതൊക്കെ നമ്മളൊന്നും വിളിച്ചു ചേർത്തവരല്ല കേട്ടോ ഇവരാരും. ഈ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടറിഞ്ഞ് അവരോരോ കാര്യങ്ങൾ നേർന്നപ്പോൾ അവർക്ക് അതിന് നല്ലത് സംഭവിച്ചുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവരെന്നെ വിളിക്കുമായിരുന്നു. ഈ സാറേ ഇങ്ങനെ ഇന്ന വീടല്ലേ, നമുക്കൊന്ന് വരാൻ പറ്റുമോ, അദ്ദേഹത്തിൻ്റെ അവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാനിങ്ങനെ അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പലരും ജോലി പല കാര്യങ്ങൾ അവരൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോ ഇത് വന്നിട്ട് ഇപ്പം പലരും ഇതിനെ കാണുമ്പോൾ പറയാം അവരെ ഭാഗ്യം കൊണ്ട് നടന്നു എന്ന് പറയുന്നവരുണ്ട്. അതിനൊന്നും നമുക്ക് വാദപ്പെടില്ല. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ക്യാൻസർ രോഗം മാറിയില്ലേ? അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ പ്രേക്ഷകരോട്. ഒരു അസുഖം വന്നിട്ട് ഒന്ന് മാറിയെന്ന് പറഞ്ഞില്ലേ? കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കുട്ടിക്ക് ക്യാൻസർ എന്നുള്ള കാര്യം കൺഫേം ആയി. അപ്പൊ ഈ കുട്ടിയുടെ ബ്രസ്റ്റിലായിരുന്നു ക്യാൻസർ. അപ്പം സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ബ്രസ്റ്റിൽ ക്യാൻസർ വന്നാൽ ക്യാൻസർ മുറിച്ച് മാറ്റും, ബ്രസ്റ്റ് മുറിച്ച് മാറ്റും. പക്ഷെ ഇതിനെ എല്ലാ ടെസ്റ്റിലും കണ്ടെത്തി ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ബ്രസ്റ്റിലെ പാഴ്സൽ തയ്ച്ചു നോക്കിയപ്പോൾ അതിൽ ക്യാൻസർ ഇല്ല എന്നാണ് പറയുന്നത്.
ആ കുട്ടി നമ്മുടെ ഏറ്റവും വലിയ ഡിവോട്ടിയാണ്. യോഗീശ്വരനിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് യോഗീശ്വരന് വേണ്ടി യോഗീശ്വരനെ ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടു എന്നുള്ള പേര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ശ്രീനിവാസ പൈസാർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, കുട്ടികളായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം തിരുവണ്ണാമലയിൽ പോയപ്പോൾ ഒരു ഇൻഡ്യൂഷൻ പോലെ അദ്ദേഹത്തിന് വരികയും അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ ശിവസ്വരൂപ യോഗീശ്വരൻ ആദ്യമായി വിളിക്കുന്നത്. ഇദ്ദേഹം ഈ ശമ്പാല എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ എനർജിയെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനവിടെ പോയപ്പോൾ കാണും, നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് എൻ്റെ എനർജി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ ദൂരം ചിലപ്പോൾ ഞാൻ ഒരു ഭയങ്കരമായ ഒരു പ്രകാശപൂരിതമായ ഒരു സ്ഥലങ്ങൾ, നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ രാത്രി കഴിക്കുന്ന സമയത്ത് വെളിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കാണുന്ന പോലെ ഒരു വലിയൊരു ഗോളത്തിനകത്തൊരു ലൈറ്റാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരെ അതിനകത്ത് ചെന്ന് കയറുമ്പോൾ ആ പ്രകാശം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ പെട്ടെന്ന് ഇദ്ദേഹത്തിന് മോണിയെന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹം എന്നെ ഇങ്ങനെ പിടിച്ച് അമർത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ മൈൻഡ് ക്ലിയർ ആവുക, അതായത് എൻ്റെ ആ ഒരു എനർജി ക്ലിയർ ആവുകയും പെട്ടെന്ന് എനിക്ക് ആ എനർജി താങ്ങാൻ പറ്റാത്തതാണ് സംഭവിച്ചത്. ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് മുനീവര്യന്മാർ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതിൽ ഈ പറയുന്ന പോലെ ശ്രീനാരായണ ഗുരുവുണ്ട്, ചട്ടമ്പ സ്വാമികളുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഞാൻ കണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ പറയുന്ന യേശുദേവനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, രാജാറാം മോഹൻ റാവ്, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ എനിക്ക് അവരെയൊന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് അറിയാം, അത് അവരെല്ലാം പുണ്യമായ ആൾക്കാരായിരിക്കാം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ചോദിച്ച മക്കളെ ഇവരെല്ലാം പുനർജന്മം എടുത്തില്ലയോ, എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, അച്ഛാ ഇവരെല്ലാം പുനർജന്മം എടുത്തു, പക്ഷേ അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഓരോരുത്തരും അവിടെ ഇരുത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്, അവരെ വൈഭവം ഭൂമിയിലുള്ളവരെ അറിയിക്കാൻ വേണ്ടി. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു. ആ ശമ്പാല എന്നുള്ള പേരാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു അങ്ങ് പറഞ്ഞില്ലേ കല്ലറ എന്ന് പറയുന്ന സമാധിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ശമ്പാല എന്ന്. ഇന്ന് അവിടെ ഒരു ആശ്രമമല്ല, അത് വീട് തന്നെയാണ്. നമ്മൾ വീടായിട്ടാണ് അത് കെട്ടിയത്. പക്ഷെ നമ്മുടെ സങ്കല്പത്തിൽ അതൊരു ദിവ്യമായ ഒരു സ്ഥലം, അതിനാണല്ലോ നമ്മൾ ആശ്രമം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്. സൈക്കോളജിസ്റ്റ്, പ്രശസ്തനായ പാരാസൈക്കോളജിസ്റ്റ് സാറ് എല്ലാവരും വന്ന് ഇരുന്ന് അതെ ഇത് കണ്ട് സുല്ലിട്ട് പോയ ആൾക്കാരാ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. എന്താണ് അധികം സെലക്ട് ചെയ്യുന്നത് എനിക്കറിയണം. അല്ല ഞാൻ പറയാം എനിക്ക് ഇവിടെ വന്നപ്പോൾ പ്രശംസ എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോയി അമ്പലത്തിലാണ് കൊണ്ടുപോയത്. ഞാൻ കുട്ടുവിനെ തേടി വന്നപ്പോൾ ലൊക്കേഷൻ ഇട്ട് വന്നിട്ട് അങ്ങനെ കൊണ്ടെത്തിച്ച് അവിടെ അമ്പലത്തിലെ ഫസ്റ്റ് ആയിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഈ വീട്ടിലോട്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ വീട്ടിലോട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സുഗന്ധം വന്നത്. ഇത് പ്രേക്ഷകരോട് നമ്മൾ പറയുമ്പോൾ എന്തോരം വിശ്വസിക്കുമെന്ന് അറിയാൻ പറ്റില്ല, അത് അനുഭവിക്കുന്നവർക്ക് പറയാമല്ലോ. അപ്പം അങ്ങനെ വന്ന് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ആണ് എനിക്ക് തോന്നിയത്. അതിനെ കൂട്ടത്തിൽ പറയാം, പണ്ട് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചില്ലായിരുന്നു കുട്ടു എങ്ങനെയാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത്. ആദ്യം ഞാൻ കൊല്ലത്ത് റൂമിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ കയ്യിൽ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഈ കയ്യിൽ ഇങ്ങനെ വന്ന് കിടന്നിട്ട് എൻ്റെ താടി പിടിച്ച് വഴിക്കുമായിരുന്നു. പണ്ടത്തെ എൻ്റെ രൂപമാണ് ആ കാണുന്നത്. ഇതാണ് ചേട്ടൻ്റെ പണ്ടത്തെ രൂപം. കുട്ടു ഒരു വർഷം എന്നെ താടിയും മുടിയൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു സമയത്തുണ്ടായതാണ്. അതിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് എൻ്റെ രൂപം. പഴയ രൂപം, അത് കുട്ടു പോയ സമയത്തുള്ള രൂപം. അപ്പൊ എൻ്റെ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഞാൻ പോയപ്പോൾ അച്ഛനെ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ആദ്യമായിട്ട് അവൻ എന്നോട് പറഞ്ഞ പേരിതാണ്. എനിക്കിന്നും അത് എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തറച്ച് നിൽപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ പറയാൻ കാര്യം, വെള്ളിയാഴ്ച ദിവസം ഞാൻ പോകുമ്പോൾ ഇവൻ എന്നെ കൊണ്ടുവന്ന് ശ്രീകാര്യത്ത് വിട്ടിട്ട് എനിക്കൊരു ഉമ്മൊക്കെ തന്നിട്ട് പറയും, നമ്മൾ ചൊവ്വാഴ്ച ആക്ച്വലി മൂകാംബിക പോയിരുന്നതാണ്, എന്നാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇവൻ്റെ വന്ന് ഇങ്ങനെ താടി പിടിച്ചിട്ട് പറയും, അച്ഛാ ഞാൻ പോകുമ്പോൾ അച്ഛനെ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഈ കാര്യം എല്ലായിടത്തും പറയുമ്പോൾ രഞ്ജിത ഉൾപ്പെടെ ഞാൻ പറയും. അപ്പോൾ രഞ്ജിത ഒക്കെ പറഞ്ഞത്, ചേട്ടൻ അവനെപ്പറ്റി ഇങ്ങനെ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചേട്ടൻ ഇത് തോന്നുന്നതെന്ന് പറയും. അപ്പം നമ്മളെ അനുഭവമാണ്, നമുക്കറിയില്ല. ഞാനതങ്ങ് വിട്ടു. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. കുട്ടൂസ് എന്നോട് ഒന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും. വേറെ ഒരു വേവില്ലല്ലോ നമുക്കിത് വെളിക്കളയാൻ. അപ്പോൾ എൻ്റെ കുളിക്കൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, എന്നെ കൊണ്ടുവന്ന് ഭ്രാന്താശുപത്രി ചികിത്സിപ്പിക്കും, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനപ്പോഴൊക്കെ എൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കാരണം ഇതിൽ സത്യസന്ധത നമ്മൾ അനുഭവിച്ചറിയുന്ന ആൾക്കാരല്ലേ. ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെയാണ് സ്റ്റേബിലിറ്റി ആയിട്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഞാനും എൻ്റെ മകനും ആശ്വാസമാവുന്നുള്ളതാണ്. അത് അങ്ങേക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ശമ്പാലയിൽ പോയപ്പോൾ അങ്ങേക്ക് കാണാൻ പറ്റും. എനിക്കൊരു ദിവസം 25 കോൾസ് എങ്ങനെ വരാറുണ്ട്. അവരെല്ലാം എന്നെ വിളിക്കുന്നത് അവരുടെ ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ്. ചിലവർക്ക് മക്കളുടെ പ്രശ്നം, ചിലവർക്ക് അസുഖങ്ങൾ, ചിലവർക്ക് അവരുടെ പിതൃക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി. ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ സൈലന്റ് ആക്കിയിട്ടില്ല. ഇപ്പം തന്നെ ഒരു 10 കോളോട് പറഞ്ഞു. ടെക്നീഷ്യൻ ആയിരുന്നു, പക്ഷെ ഇപ്പം റിസൈൻ ചെയ്തു. വേണ്ടാന്ന് വെച്ചിട്ട് അവള് ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. കാരണം മോൻ പോയതിനു ശേഷം ഞാനും എന്റെ ജോബ് റിസൈൻ ചെയ്യാൻ പോയതാണ്. ഇവിടെ ഒരു വീടുണ്ട്,
പിന്നെ 24 സെന്റ് വസ്തു. ഇവർക്ക് ശരിക്കും ആശ്രമം തരുന്ന ഒരു കാര്യമില്ല. അല്ല, ബാംഗ്ലൂർ ഇദ്ദേഹത്തിന്റെ പേരിലൊരു വീടുണ്ട്. ബാംഗ്ലൂർ യോഗീശ്വരന്റെ ഒരു വീടുണ്ട് ബാംഗ്ലൂർ. നമുക്ക് 3 ബെഡ്റൂം. നമുക്ക് ഈ പറഞ്ഞില്ല ഇതിനൊന്നും ഒരു ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, ഇല്ല നീ ചുമ്മാ വാ, നീ നോക്ക്, ചുമ്മാ വാ. അപ്പം നിങ്ങൾക്കറിയാലോ ആ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും വേണ്ട. അന്ന് ഹോസ്പിറ്റലിലായിരുന്നു മോന്മാര്. അന്ന് തന്നെ പുള്ളിക്ക് സുഖമില്ലാതായി ICUലായിരുന്നു. മരിച്ചെന്നുള്ള രീതി തന്നെ. മകൻ പോയതിന്റെ പിറകെ അച്ഛനും പോയെന്നാണ് ഈ ലോകം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പണിയാം, കുട്ടുവിന്റെ റൂം തീർച്ചയായിട്ടും വരൂ, നമുക്കത് കാണാമല്ലോ. അത് സന്തോഷം. ചേട്ടാ അത് മാത്രമല്ല വേറൊരു സംഭവമല്ല, ചേട്ടൻ ഈ നമ്മുടെ കുട്ടുവിന്റെ കൈരേഖ എന്തോ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അനുജി, ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല ആ ഒരു സംഭവം. ഒരു ചാനലിലും കാണിച്ചിട്ടില്ല. ഇല്ല, ഞാൻ അനുജിക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു കൈരേഖ നമുക്കിവിടെ ഉണ്ട്. കൈരേഖ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിത് എന്താണ് ഇതിന്റെ ഫംഗ്ഷനിങ് എന്നൊന്നും ആർക്കും കാണിച്ചു കൊടുത്തില്ല. അതൊരു പക്ഷേ അനൂപിന്റെ ചാനലിലൂടെ ആയിരിക്കണം പുറം ലോകം അറിയാനെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് അത് എങ്ങനെയാണ് ഞാനത് ആ ഒരു എനർജി എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് കുട്ടുവിന്റെ കൈരേഖ ചേട്ടൻ്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ എനർജി എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് കുട്ടുവിന്റെ കൈരേഖയിൽ ചേട്ടന്റെ കൈ വെച്ചിട്ടാണ് ചേട്ടൻ ബ്ലെസ്സിങ് പഠിക്കുന്നത്, എനർജി എടുക്കുന്നത്. എനർജി എടുത്തിട്ടാണ് ഞാൻ ഈ അങ്ങേക്ക് ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചത് നെഗറ്റീവ് എനർജീസിന്റെ. അതൊന്നും പ്രേക്ഷകരെ ഞെട്ടിപ്പോകും. അതാണ് ഞാൻ കൊണ്ട് തരാത്ത അങ്ങേക്ക്. അത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകരത് പറയാതെ കാണിക്കാൻ പാടില്ലല്ലോ. കുട്ടുവിന്റെ റൂമിലോട്ട് പോകണം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു 3 തത്തകളെ കാണാൻ പറ്റും. കുട്ടുവിന്റെ തത്തയൊക്കെ ഉണ്ടല്ലോ. 3 പേരും നല്ല സൂപ്പറായിട്ട് സംസാരിക്കും. ഇന്നും രഞ്ജിതേനെ അമ്മ എന്ന് വിളിക്കുന്നത്, അതായത് കുട്ടു അമ്മ എന്ന് വിളിക്കുന്ന അതേ സൗണ്ടിൽ ഇവരെ അമ്മ എന്ന് വിളിക്കുന്നത് സൗണ്ട് കേൾക്കുന്നുണ്ട്. കിച്ചോടെ നല്ല സൂപ്പറായിട്ട് സംസാരിക്കും. കുട്ടുവിടെ ഇപ്പോഴും നമ്മൾ അവന്റെ റൂമിൽ പോകുന്നതിന് മുമ്പ് തട്ടിയിട്ട് അനുവാദം കേൾക്കാതെ കുട്ടുവിന്റെ മുറിയാണല്ലേ, അനുവാദം ചോദിക്കാതെ കയറില്ല. കുട്ടുവിന്റെ റൂമില് അനുവാദം ചോദിക്കാണ്ട് എപ്പോഴും ഇവിടെ പാട്ട് വെച്ചു. സ്വന്തം അമ്മ കേറി എപ്പോഴും ഇവിടെ പാട്ട് വെച്ചേക്കും. രഞ്ജിത പാട്ടൊക്കെ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഇവര് ഇവിടെ കുട്ടുവിന്റെ പ്രസൻസ് ഉണ്ട്. ഉണ്ടെന്നോ പറഞ്ഞറിയേണ്ട ആവശ്യമില്ലല്ലോ. എപ്പോഴും നടത്തുന്നുണ്ട്. അവൻ ഇവിടെ തന്നെയാണ്, അവന്റെ വീടല്ലേ. അവൻ എങ്ങനെ പോകുന്നത്? സ്വന്തം മകൻ അങ്ങനെ പോകാറില്ലല്ലോ, അവന്റെ വീടല്ലേ ഇത്. അതെ, ഇത് അദ്ദേഹത്തിന്റെ റൂമാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി വൈകിട്ട് രഞ്ജിത വന്ന് ഇവിടെ എല്ലാം നല്ല തട്ടിക്കുറഞ്ഞ് നല്ല റൂമല്ലേ റൂം എല്ലാം അവനെ എങ്ങനെയാണോ ഇവിടെ വെച്ചിരുന്നത് അല്ലേ, ഇത് അവന്റെ ഓരോ കാലഘട്ടത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ് കുട്ടുവിന്റെ അല്ലേ. അതെ, വേറൊരു സംഭവമല്ല, ചേട്ടൻ ഈ നമ്മുടെ കുട്ടുവിന്റെ കൈരേഖ എന്തോ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന്. അനുജി, ഞാൻ ഇതുവരെ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല ആ ഒരു സംഭവം. ഒരു ചാനലിലും കാണിച്ചിട്ടില്ല. ഇല്ല, ഞാൻ അനുജിക്ക് കാണിച്ചു തരാം. അതായത് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു കൈരേഖ നമുക്കിവിടെ ഉണ്ട്. കൈരേഖ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളിത് എന്താണ് ഇതിന്റെ ഫംഗ്ഷനിങ് എന്നൊന്നും ആർക്കും കാണിച്ചു കൊടുത്തില്ല. അതൊരു പക്ഷേ അനൂപിന്റെ ചാനലിലൂടെ ആയിരിക്കണം പുറം ലോകം അറിയാനെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് അത് എങ്ങനെയാണ് ഞാനത് ആ ഒരു എനർജി എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് കുട്ടുവിന്റെ കൈരേഖ ചേട്ടൻ്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്നാണ് ഞാൻ എനർജി എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ യോഗീശ്വരന്റെ കൈപ്പാടുകൾ കേട്ടോ. കൈപ്പാടുകളല്ലേ? അതെ, കൈരേഖ എന്ന് പറഞ്ഞ രേഖയില്ല, പക്ഷെ കൈപ്പാടുകൾ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇതിൽ കൈരേഖ ഇല്ല എന്ന് അല്ലേ? അങ്ങനെ അത് ചിന്തിക്കാം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ നീ എനിക്ക് ഇത് തന്നു, ആ കൈരേഖകൾ കൂടെ തന്നിരുന്നെങ്കിൽ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടൊരു ചോദ്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മൾ മനുഷ്യരുടെ സമയം അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈരേഖകളെല്ലാം മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇത് മാത്രം തന്നു. ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എനർജി എടുക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ എന്റെ കയ്യിൽ വേണമെങ്കിൽ സൂം ചെയ്ത് വെക്കാം. ഞാൻ കൈ അനക്കുന്നുണ്ടോ എന്ത് വേണോ നിങ്ങൾക്ക് നോക്കാം. കൈ ശ്രദ്ധിച്ച് നോക്കി അറിയാം, കൈ പയ്യെ മാറുകയാണോ. ആ കൈരേഖ വെച്ച ആ പേപ്പർ മുകളിലോട്ടും ചേട്ടന്റെ കൈ ബാക്കോട്ടും പോകുന്ന കാഴ്ച കണ്ടില്ലേ അനുവേ? ഇതായിട്ടൊന്നുമില്ല. ഞാൻ എവിടെയാണ് വെച്ചത്, എവിടെയാണ് പേപ്പർ വന്നിരിക്കുന്നത്. സാറേ നിങ്ങൾ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് വന്ന് എൻ്റെ ഇവിടെ അടിക്കും. ഈ പേപ്പറല്ലേ? ഈ പേപ്പർ ഇങ്ങനെ വന്ന് പൂർണ്ണമായിട്ട് എൻ്റെ ഇവിടെ അടിച്ച് വന്ന് നിൽക്കും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനർജി എന്നിലേക്ക് വന്നു കഴിഞ്ഞു. കുട്ടു ജീവിച്ചിരുന്നപ്പോ അല്ലേ അവൻ ഉപയോഗിച്ചിരുന്ന കസേരയും പിന്നെ പഠിക്കുന്ന ടേബിൾ കാര്യങ്ങളെല്ലാം ചേട്ടൻ സൂക്ഷിച്ചു വെച്ചായിരുന്നു. അത് മാത്രമല്ല കുട്ടുവിന് വേണ്ടി ഒരു കസേര ഉണ്ട് അവന്റെ അദ്ദേഹത്തിന്റെ വേലുണ്ടല്ലോ. വേലെന്താണ് സംഭവം? അതെ, അദ്ദേഹം കാവടി എടുക്കുമ്പോൾ തുള്ളുന്നത്, അത് പിടിച്ചിട്ടാണ് അദ്ദേഹം കാവടി തുള്ളുന്നത്. നല്ലൊരു ഈശ്വര ഭക്തനായിരുന്നു കേട്ടോ. ഇത് കുറെ ആൾക്കാരെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ചേട്ടാ സംഭവം? ഇത് നാമാവലിയാണ്. നാമാവലി അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ എഴുതിയതാണ്. 108 നാമാവലി. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പോകുമെന്നാണ് പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതാണ് ഈ മുണ്ട് കാര്യങ്ങളെല്ലാം ഓരോരുത്തർ ഇവിടെ കൊണ്ടുവന്ന്
യോഗീശ്വരന് സമർപ്പിച്ചിട്ട് പോകുന്നതാണ്. ഇതെല്ലാം നമ്മളൊന്നും വായിച്ചിട്ടില്ല, എല്ലാം ഓരോരുത്തർ കൊണ്ടുവന്നത്. ഇത് ആ ശമ്പാലയുടെ ഉദ്ഘാടനത്തിന് നമ്മളൊരു സ്ഥലത്ത് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഭയങ്കര അനുഭവം ചേട്ടൻ വീടെടുക്കാൻ പറ്റിയാലും അതിൽ അങ്ങനെ ഇവിടെ വന്നത് ഒരു തികച്ച യാദൃച്ഛികമായിട്ടല്ലേ അങ്ങ് തന്നെ ഇവിടെ വരുന്നത്. 5 മുകളിൽ 250 വർഷത്തോളം പഴക്കമുള്ള മുദ്രാക്ഷമാണ്. കുട്ടു പറഞ്ഞു തന്നതാണ്. എന്റെ ഇത് കാതിലൊന്നും വന്ന് പറയല്ല ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊന്നും ആരും പ്രേക്ഷകര് തെറ്റിദ്ധരിക്കരുത്. എന്റെ മനസ്സിനെ കൺട്രോളാണ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ തോന്നിപ്പെന്ന് പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ വന്ന് അധികം കാര്യങ്ങൾ തോന്നിപ്പിക്കും, അതായത് പറഞ്ഞു തരും. ഞാൻ അത് വെച്ചിട്ടാണ് എന്നെ ഫോൺ വിളിക്കുന്നവരെല്ലാം. എനിക്കൊരു ദിവസം ഒരു 25 കോൾസ് എങ്ങനെ വരാറുണ്ട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്. അതിലൊരു 10-15 കോൾസ് എല്ലാം ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ചില കോൾ എന്നെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കത്തുമില്ല. പക്ഷെ കുട്ടുവിന്റെ അടുത്ത് വന്നെങ്കിൽ കുട്ടു തന്നെ തീരുമാനിക്കണം. യെസ്, വേറെ എന്തൊക്കെ അവർ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നടക്കൂല. ഇവിടെ എത്തണമെങ്കിലും ശമ്പാലിൽ എത്തണമെങ്കിലും അദ്ദേഹം വിചാരിക്കും. നമ്മൾ പണ്ടുള്ള പറഞ്ഞിട്ടില്ല, മൂകാംബികയിൽ പോകണമെങ്കിലും നമ്മുടെ രാമേശ്വരത്ത് പോകണമെങ്കിലും അവർ വിളിച്ചാലേ പോകാൻ കഴിയുന്നത്. സെയിം അതേ മാറ്ററാണ്. കാരണം അങ്ങ് വന്നപ്പോൾ ആദ്യം അങ്ങയെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി അങ്ങയുടെ ബോഡി പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് അങ്ങ് ഇവിടെ അങ്ങനെ അനുഭവിച്ചറിഞ്ഞൊരു സംഭവമാണ്. ഇവിടെ അങ്ങനെയാണ് പല കാര്യങ്ങളും. അങ്ങ് പോകുന്നതിന് മുമ്പ് മാക്സിമം എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ ലൈറ്റ് കത്താൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഒട്ടുമെന്ന് നിങ്ങൾ വിളിക്കുന്ന യോഗീശ്വരൻ എന്നിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ബുക്കാണ് പരലോക ദർശനം ശിവയോഗീശ്വരനിലൂടെ. അദ്ദേഹം എന്നെ കൊണ്ട് എഴുതിപ്പിച്ചാണ്. ഓട്ടോമാറ്റിക്കൽ റൈറ്റ്സ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് അത് കണക്ക് ഞാൻ എഴുതിയ ബുക്കാണിത്. ഇതിൽ മാക്സിമം പരലോകത്ത് നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ചേട്ടാ, ഞാൻ റൂമിലോട്ട് ആദ്യം കയറിയപ്പോഴേ പാട്ടൊക്കെ കേൾക്കണ്ടേ, എന്താ സംഭവം? ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പാട്ട് വെച്ചിരിക്കും ഇവിടെ. കാരണം അദ്ദേഹത്തിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതിരിക്കാനാണ് ഞാൻ ആ പാട്ട് കുറച്ചത്. 24 hours ഇവിടെ പാട്ട് കേൾക്കും. ആണല്ലേ? ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇതാണ് അധികം അവസാനമായി വീണ് കിടന്ന സ്ഥലം. ഇത് യോഗീശ്വരന്റെ തത്തകളാണ്. ഇവര് നല്ലപോലെ സംസാരിക്കും കേട്ടോ. സംസാരിക്കില്ലേ? നല്ല സംസാരിക്കും, നല്ല സൂപ്പറായിട്ട്. കുട്ടുവിന്റെ ഇഷ്ടപ്പെട്ട തത്തകളാണ് 3 പേര്. ഇവർക്ക് പല ബർത്ത്ഡേകൾ വരുമ്പോഴും ആളുകൾ ഇവർക്ക് വേണ്ടി ആഹാരം സ്പോൺസർ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോഴുള്ള അവസ്ഥ അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ ബുക്കൊക്കെ എഴുതി കഴിഞ്ഞ സമയം ഈ ബുക്കിൽ ഒരുപാട് അറിവുകളുണ്ട് അങ്ങനത്തെ അതിനെപ്പറ്റി. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം എടുത്ത് വെച്ച് നോക്കും. ഇദ്ദേഹത്തിന്റെ കണ്ണ് അടഞ്ഞാണ് ഇരിക്കുന്നത്, വാ അടഞ്ഞാണ് ഇരിക്കുന്നത്. വാ ഇങ്ങനെ അടക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജിതക്കറി ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. മലമൂത്ര വിസർജനങ്ങളോ കാര്യങ്ങളോ ഒന്നും അതിൽ എഴുതിയിട്ടില്ല. അപ്പം എനിക്ക് ഉറപ്പായി. കാരണം നമ്മുടെ എനർജി ഔട്ടാവാൻ വേണ്ടി നമ്മുടെ ഒരു സോഴ്സ് ഇവർക്ക് ഉറപ്പായിട്ട് വേണം. മരിച്ചു കിടക്കുന്ന ചിലർ വാ തുറന്ന് കിടക്കുന്നതാണ്. അപ്പൊ ആ എനർജി പോയിരിക്കുന്ന ആ വായിൽ കൂടെയാണ്, വായിൽ നിന്നാണ് വെളിയിൽ പോയി. ചിലവർ മലമൂത്ര വിസർജനം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചിലവർ കണ്ണ് തുറന്ന് മരണപ്പെടുന്നവർ കാണാം. അപ്പം തീർച്ചയായിട്ടും അവരുടെ അതിൽ കൂടെയാണ് ആ എനർജി പോയിരിക്കുന്നത്. പക്ഷേ യോഗികളായിട്ടുള്ള ആൾക്കാരെല്ലാം സഹസ്രാര പദ്മത്തിൽ കൂടെ മാത്രമേ ആ എനർജി വെളിയിൽ പോകത്തുള്ളൂ. പണ്ടുള്ള കാലത്ത് ഇങ്ങനെ പലരും ഞാനിപ്പം സമാധിയാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഉപസ്ഥിരിക്കുന്നതൊക്കെ അങ്ങ് കണ്ടിരിക്കും. അവരെല്ലാം കണ്ണുകളടച്ച് ഇങ്ങനെ ധ്യാനിക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പം എനർജി സഹസ്രാര പദ്മത്തിൽ കൂടെ പോയാൽ മാത്രമേ ആ എനർജി പരബ്രഹ്മത്തിൽ ലയിക്കുകയുള്ളൂ. കുട്ടുവിന്റെ കേസിൽ അല്ലെങ്കിൽ യോഗീശ്വരന്റെ കേസിൽ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫുൾ അടിച്ച് പറക്കി വായിച്ചു. അവിടെയൊന്നും ഈ പറഞ്ഞ ഒരു സിംറ്റംസും ഇല്ല എന്നുള്ള. ഒന്ന്, കണ്ണടച്ചാണ് ഇരിക്കുന്നത്. അതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. മലമൂത്ര വിസർജനം ചെയ്തിട്ടില്ല. ബ്ലാഡറിൽ അദ്ദേഹത്തിന്റെ 2.5 ലിറ്ററോളം മൂത്രം, അതായത് നമ്മുടെ യൂറിനൽ അകത്തുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ആ കിടന്ന സമയത്ത് അതിൽ ബ്ലീഡ് ചെയ്തായിട്ട് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ എനർജി പോയിരിക്കുന്ന ഈ സഹസ്രാര പദ്മത്തിൽ കൂടെ തന്നെയാണ്. അപ്പം ഇദ്ദേഹം പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഞാനായിരുന്നാലും അങ്ങായിരുന്നാലും ആരായിരുന്നാലും നമ്മുടെ അവസാന ലയനം എന്ന് പറയുന്ന പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ജനന സർക്കിൾ അവിടെ അവസാനിക്കും. നമുക്ക് ഒരു ജന്മമല്ല, പല ജന്മങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഇനി ഒരു ജന്മം എടുത്തില്ല? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ഈ ജന്മത്തിൽ പോയപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഇനി ഒരു അമ്മയും അച്ഛനെയും എനിക്ക് അങ്ങനെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർ ഔട്ട്ലൈനിൽ അറിഞ്ഞിരിക്കണം. അതിനുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കും. ഫ്രിഡ്ജിൽ തന്നെ ലൈറ്റ് എത്തിയിട്ടാ പോയി. ഞാൻ കണ്ട കാര്യമാണ്. യോഗീശ്വരൻ വന്നു, പോയി. എനിക്കത് കാണാൻ ഭാഗ്യമുണ്ട്. പെട്ടെന്ന് എടുക്കേണ്ടി വന്നു. പക്ഷേ അപ്പൊ ആത്മാവ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? കുട്ടുവിന്റെ ആത്മാവ് ഇപ്പോ പല ആളുകൾക്കും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാണ്ടിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മനുഷ്യന്മാരല്ലേടാ. തീർച്ചയായിട്ടും. ഇപ്പം അനുവ് പറഞ്ഞതുപോലെ യോഗീശ്വര തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യുന്നുണ്ട്. നല്ല നല്ല രീതിയിലുള്ള നന്മകൾ. അതായത് അസുഖപരമായിട്ടും പരലോകത്ത് മരിച്ചുപോയ ആൾക്കാരെ പറ്റി അറിയാനും എല്ലാം നല്ല നല്ല കാര്യങ്ങൾ. ഇതിപ്പം അദ്ദേഹത്തിന്റെ പ്രസൻസ് അനൂപിനെ ഇവിടെ നേരിട്ട് അറിയിപ്പിച്ചു കൊടുത്തു. ഫ്രിഡ്ജിൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. മാത്രവുമല്ല മുകളിൽ ആർക്കും വീഡിയോക്കാർക്കും കാണിച്ചു കൊടുക്കാത്ത ആ കുട്ടുവിന്റെ എനർജി അദ്ദേഹത്തിന്റെ റൂമിൽ വരുന്നതും അനൂപിനും ഈ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയെന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഞാൻ ഇതുവരെയും ഒരു മനുഷ്യർക്ക് പോലും കാണിക്കാൻ പറ്റാത്ത ഈ ചാനലിലൂടെ ഈ ലോകം അറിയട്ടെ എന്ന് അദ്ദേഹം നിശ്ചയിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇതെല്ലാം എനിക്കിവിടെ കാണിക്കാൻ കഴിഞ്ഞതും അനൂപിനെ കണ്ടുമുട്ടിയതും. ഈ നിങ്ങളെ പോലുള്ള ആൾക്കാർ നല്ല നല്ല പ്രേക്ഷകരെ ഈ എൻ്റെ ഒരു വീഡിയോ കാണാനുള്ള ഒരു നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിച്ചതും എല്ലാം ആ യോഗീശ്വരന്റെ. ഇനിയിപ്പോ നമ്മൾ പോണത് കുട്ടുവിന്റെ
അതായത് യോഗീശ്വരന്റെ ശമ്പാലയിലോട്ട് ശമ്പാല. ജീവസമാധിയുള്ള ശമ്പാല. അതായത് സ്വാമിമാരൊക്കെ സമാധി അടക്കുന്ന പോലെയാണ് ജീവസമാധി. ജീവസമാധി. ജീവസമാധി എന്നാണ് പറയണത് അല്ലേ? ജീവസമാധി. അത് നമുക്ക് ഇപ്പം അനൂപായി അത് പറയുന്നത് ജീവസമാധി എന്ന് പറയാനുണ്ടായ സാഹചര്യം എനിക്കിത് അറിയില്ലായിരുന്നു. എന്നോട് അദ്ദേഹം വന്ന് പറഞ്ഞത് എങ്ങനെയാണോ അദ്ദേഹം ഈ ശരീരം ഉപേക്ഷിച്ച് പോയതിനു ശേഷം നമ്മൾ ആ ശരീരം അവിടെ വെച്ചിരിക്കുന്നു, ഇപ്പോഴും അതിനകത്ത് ആ ശരീരം അതുപോലെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒന്നും സംഭവിച്ചു. സാധാരണ നമ്മുടെയൊക്കെ ശരീരം അറിയാലോ, ദ്രവിച്ച് പുഴുക്കളെല്ലാം കഴിച്ച് അതങ്ങ് അഴുകി ജീർണിച്ച് പ്രകൃതിയോട് ഇതാവുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം എങ്ങനെയാണോ നമ്മൾ കിടത്തിയിരിക്കുന്നത് അതുപോലെ ആ വൈറ്റ് ഷർട്ടെല്ലാം ഇട്ട് ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഇത്രയും ഇതൊക്കെ അങ്ങ് ഈ ഇതുണ്ടല്ലോ, ഈ മാംസങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. അതായത് നമ്മൾ ആഹാരം ഊർജ്ജം ചെന്നാൽ മാത്രമേ നമ്മുടെ മാംസമൊക്കെ നിലനിൽക്കത്തുള്ളൂ. അതൊഴിച്ചാൽ ആ തൊലിയെല്ലാം അതുപോലെ എങ്ങനെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ അതും ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യമാണ്. അതായത് പോകുമ്പോൾ താടി ഇത്രയേ ഉള്ളൂ, ആ താടി ഏകദേശം ദീക്ഷ ഇതുവരെ വളർന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി പോയാലും താടിയും നഖവും വളരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ദീക്ഷ ഇതുവരെ ആയിട്ടുണ്ട്. മുടി നല്ല രീതിയിൽ തന്നെ വളർന്ന് ഇതുവരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ദർശനങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടാം. തീർച്ചയായിട്ടും അത് യോഗീശ്വരൻ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ യോഗീശ്വരന്റെ ജീവസമാധിയിലോട്ട്, അതായത് അച്ഛനും അമ്മയും മകൻ കിടക്കുന്ന അല്ലെങ്കിൽ മകൻ വസിക്കുന്ന ജീവസമാധിയിലോട്ട് ആഹാരങ്ങളായിട്ട് പോകുന്ന കാഴ്ചകളാണ്. അത് ഇതേപോലെ ഒന്നും അല്ല അവിടെ കാണാൻ പോകുന്ന കാഴ്ച. നാളെ വിസ്മയിപ്പിക്കുന്ന, തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള തെളിവുകൾ സഹിതമുള്ള ഒരു വീഡിയോ ആണ്. കഴിയുമെങ്കിൽ നാളെ 2-3 നെഗറ്റീവ് എനർജീസും അങ്ങനെ പറ്റുമെങ്കിൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റും. അതായത് ഈ യോഗീശ്വരൻ, അതായത് കുട്ടു സമാധി ആയിരിക്കുന്ന സ്ഥലത്ത് പല ബാധകളെ ഒഴിപ്പിക്കണ ബ്ലെസ്സിംഗ് കൊടുത്തിട്ട്, അതായത് നമ്മൾ ദ്രോഹിച്ചിട്ടൊന്നുമല്ല, ദ്രോഹിക്കേ പിടിക്കുന്നില്ല, ശരീരത്തിലെ നെഗറ്റീവ് എനർജി കളയുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചൂരിലുണ്ടടിയോ മറ്റേ ഹോമം ഉണ്ടോ ഒന്നുമില്ല. ഇവരാരും പൈസയും മോഹിക്കല്ല. ഇവർ രണ്ടുപേരും നല്ല ചേട്ടൻ പട്ടാളത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും ചേട്ടൻ ഗവൺമെന്റ് ജോലി ഉണ്ട് കേട്ടോ. ലോകത്തിന് നന്മകൾ വരാൻ വേണ്ടി മാത്രമാണ് ചേട്ടൻ ചെയ്യുന്നത്. അവിടെ ആരെയും പൈസയൊന്നും മോഹിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡ് ജീവസമാധി എന്ന് പറഞ്ഞേക്ക് പ്രശ്നം. അടുത്ത എപ്പിസോഡ് ജീവസമാധിയിലായിട്ടായിരിക്കും നമ്മൾ ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബ്ലെസ്സിങ്ങിന് വേണ്ടി ആൾക്കാർ അവിടെ വരാറുണ്ട്. അപ്പം ഞാൻ കാശി പോയ സമയത്ത് ശിവലിംഗം, മുരുകനുണ്ട്, ശിവനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ദേവിമാരുണ്ട്. അത് പൃഥ്വിങ്കരാമ്മയുണ്ട്, വനദുർഗ അമ്മയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ വൈഭവം എത്രത്തോളം ഉണ്ടെന്ന്. ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് നാഗസന്യാസിമാരാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ എപ്പിസോഡ് കിടക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയുന്നവർക്ക് പോസിറ്റീവ് പറയാം. നമ്മൾ ആരെയും പിടിച്ചു കെട്ടാനോ ഒന്നുമില്ല അല്ലെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാം. ഇവിടെ ആരെയും ഒരു പ്രൊമോഷനോ കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നും അല്ല ഇത് ചെയ്തത്. ലോകത്തിന് കാര്യങ്ങൾ മനസ്സിലാവണം. ഇങ്ങനെയും ഉണ്ട്, ഇതൊന്നും ഇല്ലാന്ന് ഈ പുതുതലമുറകൾ വിശ്വസിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എനർജീസ് ഇന്നും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആരെയും വേറെ ഒരു ഫൈനാൻഷ്യൽ തട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. എന്നാലും ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഃ. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.